So, hello students. So next class നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. സോ ജാവയിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ അറിയാം വൺ ആഫ്റ്റർ ദി അതർ ആണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഫ്ലോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ വൺ ആഫ്റ്റർ ദി അതർ ഉള്ള ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിൽ മാറ്റം വരുത്താൻ നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. സോ ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. അത് ബ്രാഞ്ചിങ്ങിന് സഹായിക്കും. ബ്രാഞ്ചിങ് അതായത് ചില സമയത്ത് ഈ നമുക്കിങ്ങനെ വൺ ആഫ്റ്റർ ദ അതർ എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രം ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസിക്കലി സെലക്ഷൻ, ഐട്രേഷൻ, ജമ്പ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെലക്ഷനാണ് ഈ പറഞ്ഞ ഈ ഇഫ്, നിങ്ങൾ സിയിലൊക്കെ പഠിച്ചോണ്ടായിരിക്കും ഇഫ്, പിന്നെ ഇഫ് എൽസ് ഇഫ് അല്ല എൽസ് ഇഫ് ലാഡർ എന്ന് പറയും, റൈറ്റ്? അങ്ങനെയുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സൊക്കെ, സ്വിച്ച്, ഇതൊക്കെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ഇറ്റ് അലൗസ് ദ പ്രോഗ്രാം ടു ചൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എക്സിക്യൂഷൻ. ഒരു ഈ വൺ ആഫ്റ്റർ ദി അതർ എക്സിക്യൂഷൻ നമ്മൾ നിർബന്ധം ഇല്ലാതെ നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇഫ് ദ പ്രോഗ്രാം വാണ്ട്സ് ടു ടേക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എക്സിക്യൂഷൻ ഡിപ്പെൻഡിങ് ഓൺ values, depending on certain conditions, it wants to take different paths. എപ്പോഴും ഈ വൺ ആഫ്റ്റർ ദ അതർ എക്സിക്യൂഷൻ വേണമെന്നില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. യൂഷ്വലി ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ ദി ഔട്ട്കം ഓഫ് എൻ എക്സ്പ്രഷൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് എ വേരിയബിൾ. നിങ്ങൾ വേരിയബിളിൻ്റെ വാല്യൂ അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ അനുസരിച്ചോ ആയിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുക ഏത് പാത്താണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഏത് പാത്താണ് the program decides which path to take based upon the outcome of an expression or the state of a variable. State of a variable enna variable ന്റെ value ആണ് ഉദ്ദേശിക്കുന്നത്. outcome of an expression എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ്റെ റിസൾട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് ഇസ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഐട്രേഷൻ സോ ഇതൊക്കെ ആക്ച്വലി ഈ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. അതാണ് ഈ സി ഒക്കെ സ്ട്രക്ചർഡ് പ്രോഗ്രാമിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർഡ് പ്രോഗ്രാമിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. സോ സ്ട്രക്ചർഡ് പ്രോഗ്രാമിങ്ങിൽ 3 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്സ് ആണ് ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവും. ഈ 3 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്സ് വെച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാമിന് ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാമും എഴുതാൻ പറ്റുന്ന പറയാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് സീക്വൻസ് പറഞ്ഞിട്ടൊരു സീക്വൻസ് എന്നാണ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്. നെക്സ്റ്റ് ഇസ് സെലക്ഷൻ, ഈ പറഞ്ഞ സെലക്ഷൻ. തേർഡ് ഇസ് റെപ്പറ്റീഷൻ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാംസിൽ ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാമും സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുക. ഈ സീക്വൻസ് ആണ് ഞാൻ പറഞ്ഞ ഈ വൺ ആഫ്റ്റർ ദി അതർ എക്സിക്യൂഷൻസ്. സാധാരണ നോർമലി എവറി പ്രോഗ്രാം ഡസ് ദിസ്, വൺ ആഫ്റ്റർ ദി അതർ എക്സിക്യൂഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെലക്ഷൻ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം ഡിസൈഡ് ചെയ്യും ഏത് പാത്താണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്, അല്ലേ? ദെൻ റെപ്പറ്റീഷൻ ആണ് തേർഡ് കൈൻഡ് ഓഫ് കൺസ്ട്രക്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന്. ഓക്കെ, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ടെങ്കിൽ നമുക്ക് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ എനേബിൾസ് പ്രോഗ്രാം എക്സിക്യൂഷൻ ടു റിപ്പീറ്റ് 1 or more സ്റ്റേറ്റ്മെൻറ്റ്സ്. പലപ്പോഴും നമുക്കത് ആവശ്യമായിട്ട് വരും. നമുക്കിപ്പം ഒരു 100 വാല്യൂസൊക്കെ റീഡ് ചെയ്തെടുക്കണം എന്ന് വെച്ചോ, ഒന്നെങ്കിൽ യൂസറിൻ്റെ അടുത്ത് റീഡ് ചെയ്തെടുക്കണം. അന്നേരം നമ്മൾ ഈ 100 പ്രാവശ്യം റീഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അത് ലൂപ്പിലിട്ടിട്ട് ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആ ലൂപ്പിൽ ഒരു പ്രാവശ്യം മാത്രമേ റീഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 100 പ്രാവശ്യം അതിനെ നമ്മൾ ഇതിലിട്ടിട്ട് കറക്കിയാൽ മതി. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ 100 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ 100 റീഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി കാണുമായിരിക്കും. സോ ഇത് അങ്ങനെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് അലൗ, പിന്നെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനലി യു ഹാവ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ യു ഹാവ് സെലക്ഷൻ, ഐട്രേഷൻ ആൻഡ് ജംപ്. ഓക്കെ,
സോ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് allow your program to execute in non-linear fashion. നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് വേറെ ഒരു ബ്ലോക്കിൽ നിന്ന് വേറെ ബ്ലോക്കിലോട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് തുള്ളിപ്പോകാം. അതാണ് ജമ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് കൺട്രോൾ മാറ്റി കൊടുക്കാം. ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൻ്റെ അകത്തുനിന്ന് കൺട്രോൾ നമുക്ക് പെട്ടെന്ന് വേറൊരു ബ്ലോക്കിലോട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അത് I'll discuss about those statements. So first Java selection statements. Okay, Java supports 2 selection statements, ifും സ്വിച്ചും. ഇഫിൻ്റെ പല വകഭേദങ്ങളും പിന്നെ സ്വിച്ചും. ഇതാണ് 2 സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. These statements allow you to control the flow of your program's execution based upon conditions known only during runtime. So പ്രോഗ്രാമിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. സോ ഈ ഫ്ലോ ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. റൺ ടൈം, ഓക്കെ, എക്സിക്യൂഷൻ ടൈം ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ്. എക്സിക്യൂഷൻ ടൈം പ്രോഗ്രാമിൻ്റെ അകത്തുണ്ടാവുന്ന ചില കണ്ടീഷൻസ്. ഈ അകത്തുണ്ടാവുന്ന കണ്ടീഷൻസ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിളിൻ്റെ വാല്യൂ മാറുമ്പോഴോ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ എന്താണ് അതിനനുസരിച്ചോ അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്താണ് അതിനനുസരിച്ചോ ആയിരിക്കും പ്രോഗ്രാമിൻ്റെ ഫ്ലോ നമ്മൾ മാറ്റുക. ഓക്കെ, സോ ഇല്ലാതെ മിക്കവാറും എല്ലാ പ്രോഗ്രാംസിലും നമ്മൾ ഇഫൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, അതിൻ്റെ ജനറൽ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, ഇഫ് ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടീഷണൽ എക്സ്പ്രഷൻ കൊടുക്കും. ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണോ നമ്മളെ കണ്ടീഷൻ, എന്തോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഇഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ ഇഫിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എൽസ് പാർട്ട് യൂസ് ചെയ്യാം. എൽസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് നമുക്ക് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, സോ എൽസ് ഇല്ലാതെയും, എൽസ് ഈസ് ഓപ്ഷണൽ, എൽസ് ബ്ലോക്ക് ഈസ് ഓപ്ഷണൽ ആക്ച്വലി. എൽസ് ഇല്ലാതെയും നമുക്ക് ഇഫ് ക്രിയേറ്റ് ചെയ്യാം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ കോമൺ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ദി സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി ഐദർ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ കോമൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് കൊടുത്താൽ ഇറ്റ്സ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് ചിലപ്പം കോമൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതായത് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടാവും. ഈ കണ്ടീഷൻ ട്രൂ ആണെന്ന് അല്ലെങ്കിൽ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ സാറ്റിസ്ഫയബിൾ കണ്ടീഷൻ ആണെങ്കിൽ എനിക്ക് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ ഐ ഷുഡ് പുട്ട് ദോസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻസൈഡ് കേളി ബ്രേസസ്. കേളി ബ്രേസിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് വെച്ചാൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കേളി ബ്രേസിൻ്റെ അകത്ത് ഇടണം. ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എനിക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 3 എണ്ണത്തിന് ഞാൻ എന്തെങ്കിലും ഇടണം, കേളി ബ്രേസിനുള്ളിടണം. അല്ലാതെ കേളി ബ്രേസ് ഇടാതെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കേളി ബ്രേസ് ഇടാതെ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1 2 3 ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇഫിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ, അത് സാറ്റിസ്ഫയബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക. ബാക്കി സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡസൻറ്റ് ബിലോങ് ടു ദി ഇഫ് ബ്ലോക്ക്. ഓക്കെ, സോ ബ്ലോക്ക് ആക്കുന്നതാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ആക്കണം. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കേളി ബ്രേസിനുള്ളിൽ ഇടുന്നതിനാണ് ബ്ലോക്ക് പറയാം. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എനി എക്സ്പ്രഷൻ ദാറ്റ് റിട്ടേൺസ് എ ബൂളിയൻ വാല്യൂ. ജാവയിൽ കണ്ടീഷണൽ എക്സ്പ്രഷൻ ഷുഡ് ഓൾവേസ് റിട്ടേൺ എ ബൂളിയൻ വാല്യൂ. ഓക്കെ, നമ്മൾ സിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇറ്റ് ക്യാൻ ബി ഐദർ 0 ഓർ എ പോസിറ്റീവ് വാല്യൂ. അതാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് തരുന്നത്. ബിക്കോസ് സീൻ്റെ അകത്ത് ബൂളിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പ് ഇല്ല. പക്ഷേ ജാവയിൽ നിർബന്ധമായിട്ടും ബൂളിയൻ ഡേറ്റ ടൈപ്പ്, ഐ മീൻ ബൂളിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്ത് തരേണ്ടത്. കണ്ടീഷണൽ എക്സ്പ്രഷൻ ഷുഡ് ഓൾവേസ് റിട്ടേൺ എ ബൂളിയൻ വാല്യൂ. ഓക്കെ, എൽസ് ക്ലോസ് ഓപ്ഷനിലാണ്. സിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ട്രൂ ആണെന്ന് നമ്മളെപ്പോഴും ഇത് മനസ്സിലാക്കുന്നത് ട്രൂ ഫോൾസ് എന്ന രീതിയിലാണ് മനസ്സിലാക്കുക. സിയിലായാലും നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ സിയിൽ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജറാണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ട്രൂ എന്നുള്ള ഒരു അസസ്മെൻ്റാണ് അതിനെ നമ്മൾ ചെയ്യുക. ഓക്കെ, ട്രൂ ആയിരുന്നു എന്ന്. അതേസമയം 0 വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ദെൻ വി ട്രീറ്റ് ഇറ്റ് ആസ് ഫാൾസ്. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ജാവയിൽ ദർ ഇസ് എക്സ്പ്ലിസിറ്റ് ട്രൂ ഫോൾസ്, അതായത് ബൂളിയൻ ഡേറ്റ ടൈപ്പ് ഉണ്ടല്ലോ ജാവയിൽ. സോ എപ്പോഴും കണ്ടീഷണൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വാല്യൂ തരണം. സോ എങ്ങനെയാണ് ഇഫ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും പറയുകയാണ്, ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, അതർവൈസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് എക്സിക്യൂട്ടഡ്. ഓക്കെ,
ഇൻ നോ കേസ് വിൽ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു കേസിലും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇഫ് എൽസിൻ്റെ വർക്കിംഗ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത്, ഇഫ് ഇൻറ്റ് എ ബി എന്ന് പറഞ്ഞ രണ്ട് എ ബി എന്ന് പറഞ്ഞ രണ്ട് ഇൻറ്റിജേഴ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ ഈക്വൽ ടു 0 സെറ്റ് ചെയ്യാണ്. ഓക്കെ, എൻ്റെ വാല്യൂ ബീൻ്റെ വാല്യൂയിലും ചെറുതാണെങ്കിൽ, ഇതൊരു റിലേഷണൽ എക്സ്പ്രഷനാണ് ആക്ച്വലി. ഈ റിലേഷൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ട്രൂ ആണോ ഫോൾസ് ആണോ എന്താണോ അതിനനുസരിച്ച്. സോ ട്രൂ ആണെങ്കിൽ എ ഈക്വൽ ടു 0. ഓക്കെ, സോ എൻ്റെ വാല്യൂ ഞാൻ 5 കൊടുത്തു, ബീൻ്റെ വാല്യൂ 3 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 5 ലെസ് ദാൻ 3 എന്ന് പറയുന്നത് 5 ലെസ് ദാൻ 3 ആണോ? അല്ല, അല്ലേ, ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു 0 ചെയ്യില്ല. എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. എവിടേക്കാണ് പോവുക? എൽസ് പാർട്ടിലോട്ട് പോകും. എൽസ് പാർട്ട് പോയിട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ഞാൻ ഇങ്ങനെയാണ് ഇട്ടെന്ന് വെച്ചോ. ഓക്കെ, ബി 6ഉം എ 5 ആണെങ്കിൽ 5 ലെസ് ദാൻ 6 യെസ് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എൽസിലോട്ട് പോവില്ല. ഓക്കെ 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 ഫൈൻ. ഇനി നെസ്റ്റഡ് ഇഫ്സ് ഉണ്ടാവും. ഇഫിൻ്റെ ഉള്ളിൽ വേറെ ഇഫ് നമുക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ നെസ്റ്റഡ് ഇഫ് ഇസ് ആൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ദ ടാർഗറ്റ് ഓഫ് അനദർ ഇഫ് ഓർ എൽസ്. ഓക്കെ, സോ നെസ്റ്റഡ് ഇഫ് നമുക്ക് ഇഫിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ഇഫ് കൊടുക്കുകയാണ്. ഓക്കെ, നെസ്റ്റഡ് ഇഫ്സ് ആർ വെരി കോമൺ. നെസ്റ്റഡ് ഇഫ്സ് ഒക്കെ നമ്മൾ ധാരാളം യൂസ് ചെയ്യും. ഓക്കെ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ വീണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടീഷൻ. സോ ശരിക്കും പറഞ്ഞാൽ ആൻഡൊക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഈ ആൻഡ് ഓപ്പറേഷൻ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എന്നാൽ പോലും നമ്മൾ ഇഫ് വെച്ചിട്ടൊക്കെ നെസ്റ്റഡ് ഇഫ് ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ജെ ലെസ് ദാൻ 20 ആണെന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നെസ്റ്റഡ് ഇഫ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫൈനൽ എൽസ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഇഫ് ജെ ലെസ് ദാൻ 20. സോ ഇവിടെ ജെ ലെസ് ദാൻ 20 പിന്നെ ഇഫ് കെ ഗ്രേറ്റർ ദാൻ 100 പിന്നെ എൽസ്. ഈ എൽസ് എന്ന് പറയുന്നത് ഏത് ഇഫിൻ്റെ പാർട്ടാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നിയറസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ? ഓക്കെ, ഈ എൽസിൻ്റെ നിയറസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇതാണ് നിയറസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? സോ അതനുസരിച്ചാണ് തീരുമാനിക്കുക ഈ എൽസ് ഏത് കറസ്പോണ്ടിങ് ഇഫിൻ്റെ പാർട്ടാണെന്ന്. സോ നമ്മൾ പറയായിരുന്നു, അതായത് നെസ്റ്റഡ് ഇഫിൻ്റെ കാര്യം അല്ലേ? സോ നെസ്റ്റഡ് ഇഫിൽ ഇപ്പോൾ ഇവിടെ കാണാം ഒരു ഇഫിൻ്റെ അകത്ത് ഒരു ഇഫ്. ഓക്കെ, ഇഫിൻ്റെ അകത്തൊരു ഇഫ്. ഓക്കെ, സോ ആ ഇഫ് എൻ്റെ കണ്ടീഷൻ എക്സ്പ്രഷൻ ജെ ലെസ് ദാൻ 20 അതാണ്. അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. എ ഈക്വൽ ടു ബി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു ഇഫും കൂടിയുണ്ട്. ഓക്കെ, അതായത് ഇത് ഈ ഔട്ടർ ഇഫിൻ്റെ നെസ്റ്റഡ് ഇഫായിട്ട് കൺസിഡർ ചെയ്യാം ഇതിനെയും. അങ്ങനെ രണ്ട് നെസ്റ്റഡ് ഇഫ്സാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് കെ ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ സി ഈക്വൽ ടു ഡി. പിന്നെ ഒരു എൽസും കാണുന്നുണ്ട്. ഈ എൽസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഇഫ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് എൽസ് ആയിരിക്കും. സോ ക്ലോസസ്റ്റ് ആയിട്ടുള്ള എൽസ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? സോ ഇതിൻ്റെ ഇഫാണ്, ഇതിൻ്റെ എൽസാണ് ഈ ഇഫ്. ഇതിൻ്റെ എൽസ് ഇഫിൻ്റെ എൽസാണിത്. ഓക്കെ, ഫൈൻ. Okay, so then if else if ladder ഉണ്ട്. else if ladderൽ അങ്ങനെ ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് മൾട്ടിവേ ബ്രാഞ്ചിങ് എന്ന് പറയാം അല്ലേ? സോ മൾട്ടിവേ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. സോ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, സോ നേരത്തെ 2 വേ ബ്രാഞ്ചിങ് ആയിരുന്നു ഇഫും എൽസ് എന്ന് പറയുന്നത് അല്ലേ?
ടു വേ ബ്രാഞ്ചിങ് ആയിട്ട്. ഇതിപ്പോൾ മൾട്ടി വേ ബ്രാഞ്ചിങ് ആണ്. ഇഫ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് ഇഫ് വേറെ കണ്ടീഷൻ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എൽസ് ഇഫ് അങ്ങനെ ഇഷ്ടം പോലെ എൽസ് ഇഫ്സ് നമുക്ക് കൊടുക്കാം. സോ ദിസ് ഈസ് കൺസിഡർഡ് മൾട്ടി വേ ബ്രാഞ്ചിങ് എന്ന് പറയാം. ദീഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ടഡ് ഫ്രം ടോപ്പ് ടു ഡൗൺ. സോ ഏതെങ്കിലും ഒരു എഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പിന്നെ ബാക്കി എൽസ് ഇഫ് എല്ലാം ഇഗ്നോർ ചെയ്യും. ഓക്കെ, ബൈപ്പാസ് ചെയ്യും. ഓക്കെ, പിന്നെ ഫൈനൽ എൽസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ, നിർബന്ധമില്ല, ഫൈനൽ എൽസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡീഫോൾട്ട്. വേറെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഈ ഫൈനൽ എൽസിലോട്ട് വരും. ഫൈനൽ എൽസ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അത് ഡീഫോൾട്ടായിട്ടുള്ള, വേറെ ഒന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഫൈനൽ എൽസിലോട്ടാണ് വരിക. കൺട്രോൾ ഫൈനൽ എൽസിലാണ് വരിക. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് വിച്ച് ഡെമോൺസ്ട്രേറ്റ്സ് ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ ഇഫ് എൽസ് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മന്ത് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 4 ആണ്. പിന്നെ ഇവിടെ ഈ മന്ത്, ഈ വേരിയബിളിൽ കിടക്കുന്ന മന്ത് എന്ന വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, 4 എന്ന് പറഞ്ഞ വാല്യൂ, അത് ഏത് മന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സീസണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇഫ് എൽസ് ഇഫ് യൂസ് ചെയ്തിരിക്കുകയാണ്. സോ മന്ത് ഈക്വൽ ടു 12 ഓർ മന്ത് ഈക്വൽ ടു 1 ഓർ മന്ത് ഈക്വൽ ടു 2, അതായത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഈ മന്ത്സിലാണെങ്കിൽ ഈ മന്താണ്, ഈ വാല്യൂസാണ് ഈ മന്ത് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തുള്ളതെങ്കിൽ സീസൺ വിൻ്റർ ആണെന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുവാണ്. അല്ലാതെ എൽസിഫ് ഇതിപ്പം മാർച്ച്, ഏപ്രിൽ, മെയ് ആണെങ്കിൽ സ്പ്രിങ് ആണെന്ന്, എൽസിഫ് ഇത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണെങ്കിൽ സമ്മർ, പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആണെങ്കിൽ ഓട്ടം, വേറെ എന്തെങ്കിലും വാല്യൂ ആണ് മന്തിലുള്ളതെങ്കിൽ ബോഗസ് മന്തും, അതായത് വാലിഡ് അല്ലാത്ത മന്ത്, ബോഗസ് മന്ത്. സോ ഇത് നമ്മുടെ ഇപ്പോൾ സമ്മറൊക്കെ നമുക്കിപ്പം മാർച്ച്, ഏപ്രിലൊക്കെയാണ്. ഇതിപ്പം യൂറോപ്പിലുള്ള ഒരു സീസൺസാണ്, അവിടെയുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ നമുക്കും വിൻ്റർ തന്നെയാണ് ആക്ച്വലി, അല്ലേ? നമുക്ക് ഒരുപാട് വിൻ്റർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അത്രത്തോളം കോൾഡൊന്നും നമുക്കില്ല ആക്ച്വലി നമ്മുടെ ഈ സൗത്തിലോട്ടൊന്നും, അല്ലേ? ഓക്കെ, സോ ഏപ്രിൽ ആണ് ഇവിടെ മാച്ച് ചെയ്യുക, ബിക്കോസ് മന്ത് ഇവിടെ നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചല്ലോ 4. സോ ഇത് മാച്ച് ചെയ്യുന്നത് ഈ എൽസിഫിലാണ്, അല്ലേ? ഇവിടെയാണ് അത് മാച്ച്. മന്ത് ഈക്വൽ ടു 3 മന്ത് ഡബിൾ ഈക്വൽ ടു 3, മന്ത് 3 ആണോ എന്ന് നോക്കും. മന്ത് 3 അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ നോക്കുക, മന്ത് 4 ആണോ? മന്ത് 4 ആണ്. സോ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സീസൺ ഈക്വൽ ടു സ്പ്രിങ്. സോ സീസണിൻ്റെ വാല്യൂ, സീസൺ എന്ന് പറയുന്ന ആ സ്ട്രിങ് വേരിയബിൾ, ഓക്കെ, അതിൻ്റെ വാല്യൂ സമ്മർന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ആവും. എക്സിറ്റ് ആയിട്ട് എവിടെ വരും? ഇഫ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും, അല്ലേ? സോ ഈ ഇഫിൻ്റെ വേറൊരു എൽസിഫിലോട്ടും പോകില്ല. പിന്നെ അതൊക്കെ ഇഗ്നോർ ചെയ്ത് ബൈപ്പാസ് ചെയ്തിട്ട് ഇഫ് കഴിഞ്ഞാലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. സോ ഇഫ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായിട്ടാണ് ഇഫ്, നമ്മളെ ദിസ് എൻറ്റയർ തിങ് ഇസ് ഇഫ്, അല്ലേ? ഇത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിസ്റ്റം ഡോട്ട് ഏപ്രിൽ ഇസ് ഇൻ ദി സീസണിൻ്റെ വാല്യൂ എന്താണ് അവിടെ? ഇറ്റ് ഈസ് സ്പ്രിങ്. സോ സീസൺ ഇസ് ഇൻ ദി സ്പ്രിങ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് തരും. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് ഓൾസോ മൾട്ടി വേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ ഇഫ് എൽസ് ഇഫ് യൂസ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ സ്വിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ചില ഡിഫറൻസ് ഉണ്ട്. സ്വിച്ചിൻ്റെ കേസിൽ നമുക്കിവിടെ ബൂളിയൻ എക്സ്പ്രഷൻ അല്ല അവിടെ. സ്വിച്ചിൻ്റെ കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബൂളിയൻ, ഇറ്റ് ഷുഡ് നോട്ട് റിട്ടേൺ എ ബൂളിയൻ വാല്യൂ. ഇറ്റ് ഷുഡ് റിട്ടേൺ എ നമ്പർ വാല്യൂ. ആ നമ്പർ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് കേസ് ബ്ലോക്സിലോട്ട് കൺട്രോള് പോവുക. ഓക്കെ,
So it provides an easy way to dispatch execution to different parts of your code based on the value of an expression. So expressionൻ്റെ വാല്യൂ ആണ് അവിടെ തീരുമാനിക്കുക ഏത് കേസ് ബ്ലോക്കിലോട്ടാണ് കൺട്രോൾ പോകേണ്ടതെന്നുള്ളത്. സോ നമ്മൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ. ആസ് സച്ച് ഇറ്റ് ഇസ് ഓഫൺ പ്രൊവൈഡ്സ് എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ദാൻ എ ലാർജ് സീരീസ് ഓഫ് ഇഫ് എൽസിഫിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇഫ് എൽസിഫിൽ എപ്പോഴും ഇഫ് എൽസിഫിൻ്റെ ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഐദർ ഇറ്റ് ഷുഡ് റിട്ടേൺ ട്രൂ ഓർ ഫോൾസ്. പക്ഷേ നമ്മുടെ ഈ സ്വിച്ചിൻ്റെ കേസിൽ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കണ്ടീഷണൽ എക്സ്പ്രഷൻ അല്ല. ഇറ്റ് ഇസ് എ എക്സ്പ്രഷൻ ദാറ്റ് ഷുഡ് റിട്ടേൺ എ വാല്യൂ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ അരിത്മെറ്റിക് എക്സ്പ്രഷനോ വിച്ച് ഷുഡ് റിട്ടേൺ എ വാല്യൂ. ദറ്റ് വാല്യൂ ഷുഡ് ബി എ നമ്പർ വാല്യൂ. ഓക്കെ, സോ ആ നമ്പർ വാല്യൂ എന്താണോ അതനുസരിച്ച് സോ വാല്യൂ 1 ആണ് ആ വാല്യൂ എങ്കിൽ കേസ് വാല്യൂ 1 വരും. വാല്യൂ 2 എന്നാണ് എക്സ്പ്രഷൻ്റെ റിസൾട്ടിങ് വാല്യൂ എങ്കിൽ വാല്യൂ 2 കേസ് വാല്യൂ 2 എന്ന് പറയുന്ന ഇതിൽ കേസ് വാല്യൂ 1 കേസ് വാല്യൂ 2 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേസ് ലേബിൾസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ കേസ് ബ്ലോക്സ് എന്ന് പറയും. ഓക്കെ, ഓരോ കേസ് ബ്ലോക്കിനും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണെന്ന് പറയാൻ പറ്റില്ല. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഒമിറ്റൊക്കെ ചെയ്യാം, അത് വേണ്ടാന്ന് വെക്കാം. പക്ഷേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുള്ളൂ, ആ കേസ് ബ്ലോക്കിൽ നിന്ന് ബ്രേക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത കേസ് ബ്ലോക്കിലോട്ട് ബ്രേക്ക് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് എക്സിക്യൂഷൻ ഫ്ലോ ചെയ്തിട്ട് അടുത്ത കേസ് ബ്ലോക്കിലോട്ട് പോകും. ഓക്കെ, ബ്രേക്ക് ഇല്ലെങ്കിൽ. സോ കേസ് ബ്ലോക്സിൽ മിക്കവാറും നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ആ കേസിൽ നിന്ന് നമ്മൾ പുറത്ത് വരുള്ളൂ, അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്ന് പുറത്ത് വരുള്ളൂ. ഓക്കെ, സ്വിച്ചിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ നമ്മൾ കേസിൽ എപ്പോഴും ബ്രേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ അടുത്ത കേസ് ബ്ലോക്കിലോട്ട് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ പോകും. സോ ഇങ്ങനെയാണ് ജനറൽ സിൻടാക്സ് ഓഫ് ദി സ്വിച്ച് കേസ് എക്സ്പ്രഷൻ. ഓക്കെ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയും. സ്വിച്ച് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ, പിന്നെ കേളി ബ്രേസ് ബ്ലോക്ക് കൊടുക്കുക, അതിൻ്റെ അകത്ത് കേസ് വാല്യൂ 1 പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ, പിന്നെ ബ്രേക്ക്, കേസ് വാല്യൂ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രേക്ക്, അങ്ങനെ. ഓക്കെ, എക്സ്പ്രഷൻ മസ്റ്റ് ബി ഓഫ് ടൈപ്പ്. എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് ഒന്നെങ്കിൽ ബൈറ്റ്, ഷോർട്ട്, അതായത് ഇൻറ്റിജറാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ക്യാർ, ഇതേതെങ്കിലും ഒന്നായിരിക്കണം. ഓക്കെ, പിന്നെ ഈ ഓരോ കേസ് ലേബിളും അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഈ കേസിൻ്റെ വാല്യൂ ഷുഡ് ബി എ യുണീക്ക് ലിറ്ററൽ. ഇറ്റ് മസ്റ്റ് ബി എ യുണീക്ക് വാല്യൂ. ഇറ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് ഓൾസോ. ലിറ്ററൽ ആയിരിക്കണം, അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി വേരിയബിൾ. അതൊന്നും വേരിയബിൾസ് ആവാൻ പറ്റില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കേസ് വാല്യൂസ് ഉണ്ടാകാൻ പറ്റില്ല. ഇവിടെയും കേസ് 1 ഇവിടെയും കേസ് 1 അത് ആകാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് കേസ് വാല്യൂസ് ഉണ്ടാകാൻ പറ്റില്ല. യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം. പിന്നെ വേരിയബിൾസ് ആവാൻ പറ്റില്ല അത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ ഇസ് കമ്പയർഡ് വിത്ത് ഈച്ച് ഓഫ് ദി ലിറ്ററൽ വാല്യൂസ് ഇൻ ദ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിങ് വാല്യൂ ഉണ്ടല്ലോ, അത് ഈ കേസിൻ്റെ എല്ലാ കേസിൻ്റെ വാല്യൂസായിട്ട് കമ്പയർ ചെയ്യും. ഏതാണോ മാച്ച് ചെയ്യുന്നത് ആ കേസ് ബ്ലോക്കിലോട്ട് ജമ്പ് ചെയ്യും. എന്നിട്ട് ആ കേസ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നൺ ഓഫ് ദ കോൺസ്റ്റൻസ് മാച്ചസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ. ഒരു കേസിലും നമ്മൾ മാച്ചിങ് വാല്യൂ, എക്സ്പ്രഷൻ്റെ റിസൾട്ടിങ് വാല്യൂ ഒരു കേസിൻ്റെ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡീഫോൾട്ടിലോട്ട് പോകും. ഡീഫോൾട്ട്. പക്ഷെ ഡീഫോൾട്ട് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഡീഫോൾട്ട് ഈസ് ഓപ്ഷണൽ. ഓക്കെ, ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ലേബിൾ അല്ലെങ്കിൽ ആ സെക്ഷൻ അത് ഓപ്ഷണലാണ്. ഓക്കെ, ഇപ്പം ഡീഫോൾട്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു കേസും മാച്ച് ചെയ്യുന്നുമില്ല, ഡീഫോൾട്ടും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും ചെയ്യില്ല. ഇറ്റ് ഡസൻറ്റ് ഡു എനിത്തിങ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു സ്വിച്ചിൽ നിന്ന് നമുക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വെൻ എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എൻകൗണ്ടർഡ്, എക്സിക്യൂഷൻ ബ്രാഞ്ചസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് ദാറ്റ് ഫോളോസ് ദി എൻറ്റയർ. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതാണെങ്കിൽ സ്വിച്ചിൽ നിന്ന് പുറത്ത് വന്നിട്ട് സ്വിച്ച് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അവിടത്തേക്ക് പോകും. സോ ഇറ്റ് ഹാസ് എ എഫക്റ്റ് ഓഫ് ജമ്പിങ് ഔട്ട് ഓഫ് ദ സ്വിച്ച്. സോ ഇവിടെ സ്വിച്ച് വെച്ചിട്ടൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. സാമ്പിൾ സ്വിച്ച് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. അതിൻ്റെ അകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മളൊരു ഐട്രേഷൻ വേരിയബിൾ ഐ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കണ്ടീഷൻ i less than 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഐട്രേഷൻസ് 6 ഐട്രേഷൻസ് ആണ് ചെയ്യാവുന്നതാണ്. ദെൻ i++.
അതായത് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് എന്നത്. ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്വിച്ച്. കണ്ടോ, 4 കഴിഞ്ഞ ഉടനെ സ്വിച്ച്. സോ 4ൻ്റെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ സ്വിച്ചിൽ വരുന്ന പറയുന്നത്. സോ i less than 6, i equal to 0, yes 0, i less than 6, yes 0 less than 6. അങ്ങനെയാകുമ്പം സ്വിച്ചിലോട്ട് വന്നു. i എന്ന് പറയുന്നത് 0 ആണല്ലോ, ആദ്യത്തെ വാല്യൂ 0 ആണ്. 0 അപ്പോൾ കേസ് 0യിൽ വന്നു. കേസ് 0യിൽ വന്നിട്ട് i 0 എന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ എവിടെ പോകും? ബ്രേക്ക് ചെയ്താൽ സ്വിച്ച് ഒന്ന് പുറത്ത് വരും. സ്വിച്ച് ഒന്ന് പുറത്ത് വന്നാൽ എവിടത്തേക്കാണ് പോകേണ്ടത്? ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണല്ലോ സ്വിച്ച് ഉള്ളത്. സോ ഫോർ ലൂപ്പിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകും. i++ ചെയ്യും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അന്നേരം i 1 ആവും. 1 less than 6, yes. സ്വിച്ച് ഓഫ് 1 കേസ് 1ലോട്ട് പോകും. കേസ് 1 നിന്ന് i is 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. ബ്രേക്ക് ചെയ്യും. വീണ്ടും അടുത്ത ഐട്രേഷനിലോട്ട് പോകും. 2 i++ ചെയ്യും. 2 ആവും. 2 less than 6 ചെയ്യും. അന്നേരം സ്വിച്ച് ഓഫ് 2 ആവും. കേസ് 2ലോട്ട് വരും. i is 2 എന്ന് പ്രിൻറ്റ് ചെയ്യും. വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഐട്രേഷനിലോട്ട് പോകും. i++ അല്ലേ, 3 വരും. 3 സ്വിച്ച് ഓഫ് 3 എന്ന് പറയുമ്പം കേസ് 3ലോട്ട് വരും. i is 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ i 0, i 1, i 2, i 3 വരെ പ്രിൻറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് i++ ചെയ്യുമ്പം 4, ഓക്കെ 4 less than 6, യെസ്. സ്വിച്ച് ഓഫ് i എന്ന് പറയുമ്പോൾ സ്വിച്ച് ഓഫ് 4 എന്ന് പറയുന്നൊരു കേസ് ഇല്ല ഇവിടെ. സോ അങ്ങനെ ഒരു കേസ് ഇല്ലെങ്കിൽ ഡീഫോൾട്ട് ഉണ്ടെങ്കിൽ ഡീഫോൾട്ടിലോട്ടാണ് പോവുക. ഡീഫോൾട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഡീഫോൾട്ടിലോട്ട് പോയി i is greater than 3 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ പുറത്ത് വരും. ഓക്കെ, സ്വിച്ച് ഒന്ന് പുറത്ത് വന്നു. ഓക്കെ, പിന്നെ സ്വിച്ച് ഒന്ന് പുറത്ത് വന്നാൽ മാത്രമല്ല വീണ്ടും i++ ചെയ്യും. ബിക്കോസ് i 0 to 5 വരെ ചെയ്യും. ഓക്കെ, സോ i++ ചെയ്യുമ്പം 5 ആവും. 5 less than 6, യെസ് ട്രൂ ആണ്. സ്വിച്ച് ഓഫ് 5 ചെയ്യും. സ്വിച്ച് ഓഫ് 5 ചെയ്യുമ്പം കേസ് 5 എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഡീഫോൾട്ടിലോട്ട് പോകും. ഡീഫോൾട്ട് ഉള്ളത് കൊണ്ട് ഡീഫോൾട്ടിലോട്ട് പോയിട്ട് i is greater than 3 എന്ന് വീണ്ടും പ്രിൻറ്റ് ചെയ്യും. പിന്നെ വീണ്ടും i++ ചെയ്യും അല്ലേ. i++ ചെയ്യുമ്പം 6 ആവും. യെസ് 6 ആവും. 6 less than 6, നോ ഇറ്റ്സ് നോട്ട് ട്രൂ. സോ അത് ഫോൾസ് ആവും. ആ കണ്ടീഷണൽ എക്സ്പ്രഷൻ ഫോൾസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറില്ല. എവിടത്തേക്ക് പോകും? ഫോർ ലൂപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലല്ലോ. സോ എൻഡ് ഓഫ് ദി മെയിൻ ഫംഗ്ഷനാണ് അവിടെ. സോ അവിടെ തീർന്നു. പ്രോഗ്രാം അവിടെ ഫിനിഷ് ആവുക. ഓക്കെ, സോ ഇതാണ് ഔട്ട്പുട്ടായിട്ട് വന്നത്. i is greater than 3 എന്ന് 2 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തു. പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷണലാണെന്ന് പറഞ്ഞു. സോ എല്ലാ കേസിനും ബ്രേക്ക് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓപ്ഷണൽ. ബ്രേക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എക്സിക്യൂഷൻ വിൽ കണ്ടിന്യൂ ടു ദ നെക്സ്റ്റ് കേസ്. എക്സിക്യൂഷൻ നെക്സ്റ്റ് കേസിലോട്ട് ഓട്ടോമാറ്റിക്കലി ഫ്ലോ ചെയ്ത് പോകും. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സംടൈംസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൾസോ. ഇങ്ങനെ ബ്രേക്ക് ഇടാതെ കൊടുത്താൽ സംടൈംസ് ഇറ്റ് ഇസ് യൂസ്ഫുൾ. അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിസ്സിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. i less than 12, അതായത് 0 to 11 വരെ ഐട്രേഷൻസ് ഉണ്ടാവും. 12 ഐട്രേഷൻസ് ഉണ്ടാവും. സോ സ്വിച്ച് ഓഫ് i ഫസ്റ്റത്തെ ഐട്രേഷനിൽ 0 ആണല്ലോ. സോ 0 ആകുമ്പം കേസ് 0 എന്ന് പറയുമ്പം കേസ് 0 എന്ന് പറയുമ്പം അവിടെ ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. സോ ബ്രേക്കും ഇല്ല. സോ നെക്സ്റ്റ് കേസിലോട്ട് പോകും. കേസ് 1 അവിടെ ഒന്നുമില്ല. സോ ബ്രേക്കും ഇല്ല. നെക്സ്റ്റ് കേസിലോട്ട് പോകും. നെക്സ്റ്റ് കേസിലോട്ട് പോകും. ഇവിടെ i is less than 5 എന്നുണ്ട്. i less than 5 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ഉണ്ട്. സോ ബ്രേക്കിലുകൊണ്ട് പിന്നെ നെക്സ്റ്റ് കേസിലോട്ട് പോവില്ല. എന്ത് ചെയ്യും? സ്വിച്ചിൽ നിന്ന് പുറത്ത് വന്നിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകും. സോ i is less than 5 എന്ന് പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോയി. സോ ഇപ്പോൾ i 1 ആയി. i 1 ആകുമ്പോൾ സ്വിച്ച് ഓഫ് 1 എന്ന് പറയുമ്പോൾ കേസ് 1 ഡയറക്റ്റ് വരും. കേസ് 1 വരിക. കേസ് 1 എന്ത് സംഭവിക്കും? കേസ് 1 ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ബ്രേക്ക് ഇല്ലാണ്ട് പോകാമെന്നൊക്കെ പറയുമല്ലോ, അതുപോലെയാണ്. സോ ഒരു കേസിൽ നിന്ന് അടുത്ത കേസിലോട്ട് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ബ്രേക്ക് ഇല്ലാണ്ട് പോയിക്കോളും. ഓക്കെ,
അങ്ങനെ പോയി ഇവിടെ വരും. ഇവിടെ വന്നിട്ട് i<5 എന്ന് വീണ്ടും പ്രിൻറ്റ് ചെയ്യും. സോ 0നും പ്രിൻറ്റ് ചെയ്തു, 1നും പ്രിൻറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്ക് ഉള്ളതുകൊണ്ട് പുറത്ത് വന്നിട്ട് വീണ്ടും i++ ചെയ്യും. സോ 2 ലെസ് ദാൻ 12. യെസ്, ഇവിടെ 2 ഈ കണ്ടീഷൻ ഇവിടെ വരും. ഇവിടെ ഒന്നും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, ബ്രേക്കും ഇല്ല. അതുകൊണ്ട് കേസ് 3 പോകും, കേസ് 4 വന്ന് i<5 എന്ന് പ്രിൻറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ അത് പ്രിൻറ്റ് ചെയ്തു, പിന്നെ ബ്രേക്ക് കൊടുത്തു. അങ്ങനെ ഐട്രേഷൻസ് എത്ര നെക്സ്റ്റ് കേസ് 4 വരെ അങ്ങനെ വരും. ഓക്കെ, സോ നെക്സ്റ്റ് 3 വരുമ്പോൾ 3<12 3 വന്നു, പിന്നെ 4 വന്നു. കേസ് 3 ഇവിടെ തന്നെ വന്ന് പ്രിൻറ്റ് ചെയ്യും. കേസ് 4 വന്നേരം ഇവിടെ തന്നെ വന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ 5 പ്രാവശ്യം ഇങ്ങനെ പ്രിൻറ്റിങ് നടന്നു i<5 എന്ന്. അതായത് 0 to 4 വരെ i<5 എന്ന് പ്രിൻറ്റ് ചെയ്തു. 0 1 2 3 4 ഈ കേസിലെല്ലാം ഇതാണ് പ്രിൻറ്റ് ചെയ്തത്. ബിക്കോസ് അവിടെ ഒന്നും ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. കേസ് 0ലും ബ്രേക്ക് ഇല്ല, കേസ് 1ലും കേസ് 2ലും കേസ് 3ലും കേസ് 4ലും കേസ് 4ൽ ബ്രേക്ക് ഉണ്ട്, പക്ഷേ കേസ് 0 1 2 3ൽ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. റൈറ്റ്, അങ്ങനെ 4 കേസസ് അങ്ങനെ ഇതിൻ്റെ അകത്താണ് വന്നപ്പെടുക. ഈ ഒരു കേസ് 4ലാണ് വന്നപ്പെടുന്നത്. നെക്സ്റ്റ് 5 വരുമ്പം 5<12. യെസ്, അതെവിടത്തേക്കാണ് പോവുക? ഇവിടത്തേക്കാണ് പോവുക, കേസ് 5ൽ. അന്നേരം അത് അവിടെയും ബ്രേക്ക് ഇല്ല, അവിടെ നെക്സ്റ്റിലോട്ട് പോകും. 6 അവിടെയും ബ്രേക്ക് ഇല്ല, നെക്സ്റ്റിലോട്ട് പോകും. 7 നെക്സ്റ്റിലോട്ട് പോകും. കേസ് 9 ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, i<10 എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ചെയ്യുമ്പം നെക്സ്റ്റ് കേസിലോട്ട് പോവില്ല. എവിടത്തേക്ക് പോകും? നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകും അല്ലേ. സോ 6ൽ നേരം 6ലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല, ബ്രേക്കും ഇല്ല. നെക്സ്റ്റിലോട്ട് പോകും, അവിടെയും ബ്രേക്ക് ഇല്ല, നെക്സ്റ്റിലോട്ട് പോകും, ബ്രേക്ക് ഇല്ല, നെക്സ്റ്റിലോട്ട് പോകും. ഇവിടെ i<10 വീണ്ടും പ്രിൻറ്റ് ചെയ്യും. സോ 5 6 7 8 എല്ലാം ഇവിടെ വരും. i<10 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. പിന്നെ 9 വന്നു കഴിഞ്ഞാൽ i<10 വന്ന് പ്രിൻറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. പിന്നെ 10 വന്നാൽ 10<12 സ്വിച്ച് ഓഫ് 10 എന്ന് പറയുമ്പം അങ്ങനെ ഒരു കേസ് ഇല്ല ഇതിൻ്റെ അകത്ത് അല്ലേ. കേസ് 10 എന്ന് പറഞ്ഞിട്ട് കേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോകും. ഡീഫോൾട്ട് ഉണ്ടോ നോക്കും. ഡീഫോൾട്ട് ഉണ്ട്. ഡീഫോൾട്ട് പോയിട്ട് i10 or more എന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ 11 നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകും. 11 എന്ന് പറയുമ്പം അതങ്ങനെ ഒരു കേസ് ഇല്ല, അതുകൊണ്ട് ഡീഫോൾട്ടിലോട്ട് വീണ്ടും വരും, i10 or more എന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ 12 എന്ന് പറയുമ്പോൾ 12<12 ഫോൾസ് കണ്ടീഷൻ ആയതുകൊണ്ട് സ്വിച്ചിൻ്റെ 4ൻ്റെ ബ്ലോക്കിൻ്റെ അകത്ത് കയറില്ല. 5 6 7 8 9 10 11 ഇതൊക്കെ എന്താ പ്രിൻറ്റ് ചെയ്യുക? ഇതിനൊക്കെ എന്താ പ്രിൻറ്റ് ചെയ്യുക? അല്ല, ഇത് 5 6 7 8 9 വരെ എന്ത് പ്രിൻറ്റ് ചെയ്യും? ഇതുവരെ പ്രിൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് പ്രിൻറ്റ്സ് i<10. ഇതിനൊക്കെ എന്താ പ്രിൻറ്റ് ചെയ്യുന്നത്? i<5. ഇനി 10 11 അല്ലേ, ഇത് രണ്ടിനും എന്ത് പ്രിൻറ്റ് ചെയ്യും? i10 or more. ഇങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. സോ യു ക്യാൻ സി i<5 എന്ന് 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തു. യെസ്, ഇത് ഈ 5 എണ്ണത്തിന്. പിന്നെ വീണ്ടും 5 പ്രാവശ്യം i<10 എന്ന് പ്രിൻറ്റ് ചെയ്തു, വീണ്ടും 5 പ്രാവശ്യം. പിന്നെ 2 പ്രാവശ്യം i10 or more എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, പിന്നെയും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് യു ഗോ ത്രൂ ഇറ്റ്. പിന്നെ സ്വിച്ച് വേണമെങ്കിൽ നെസ്റ്റും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സ്വിച്ചിൻ്റെ അകത്ത് വേറൊരു സ്വിച്ച്. ഓക്കെ, സോ യു ക്യാൻ ഡു നെസ്റ്റഡ് സ്വിച്ച് ഓൾസോ. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നെസ്റ്റഡ് സ്വിച്ചിന് ഈ കേസിൻ്റെ അകത്ത് സ്വിച്ച് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ കേസിൻ്റെ അകത്ത് നമ്മൾ സ്വിച്ച് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.